ഹായ് ഗൈസ്, വെൽക്കം ടു വീലിൻ. രാത്രിയുടെ നിശബ്ദതയിൽ ആകാശത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് സ്വയം ചോദിക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ദൂരെ നിന്നും നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത അത്ര ദൂരെ നിന്നും ഒരു സന്ദേശവാഹകൻ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വന്നാലോ? 2017 ഒക്ടോബർ മാസത്തിൽ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു അതിഥി നമുക്ക് പരിസരത്തുകൂടെ കടന്നു പോകുകയുണ്ടായി. അതിൻ്റെ പേരാണ് ഔമുഅ മുഅ. വർഷം 2017 ഒക്ടോബർ മാസം 19-ാം തീയതി പസഫിക് മഹാസമുദ്രത്തിലെ മൗയി ദ്വീപിൽ ഹവായി സർവകലാശാലയുടെ പാൻസ്റ്റാസ് എന്ന അത്യാധുനിക ടെലിസ്കോപ്പിൽ പതിവ് നിരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു കനേഡിയൻ ശാസ്ത്രജ്ഞനായിരുന്ന റോബർട്ട് വെറിക്ക്. അന്ന് ഡേറ്റ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകാശത്തുകൂടി വളരെ വേഗത്തിൽ നീങ്ങുന്ന തികച്ചും അസാധാരണമായ ഒരു വസ്തു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒരു പക്ഷേ അത് പുതിയൊരു ചിഹ്നഗ്രഹമോ വാൽനക്ഷത്രമോ ആകാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നിഗമനം. പക്ഷെ പിന്നീട് നടത്തിയ കൂടുതൽ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ശാസ്ത്രലോകത്തെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു കണ്ടെത്തലിലേക്ക് അവർ എത്തിച്ചേരുകയുണ്ടായി. സാധാരണയായി നമ്മൾ കാണുന്ന ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും സൂര്യനു ചുറ്റും ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നവയാണ്. എന്നാൽ ഈ വസ്തു സൂര്യനു ചുറ്റും ഭ്രമണം വെക്കുന്ന ഒന്നായിരുന്നില്ല. പകരം അത് നമ്മുടെ സൗരയൂഥത്തിനും പുറത്തുനിന്ന് മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും അതിവേഗം കടന്നു വന്ന് സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും അനന്തമായ ബഹിരാകാശത്തേക്ക് പറന്നു പോകുന്ന ഒന്നായിരുന്നു. അതൊരു ഇൻഡർസ്റ്റെല്ലർ ട്രാവലറായിരുന്നു. ഈ സവിശേഷമായ കണ്ടെത്തലിന് ഹവായൻ ഭാഷയിൽ ദൂരെ നിന്നും ആദ്യമായി എത്തിയ ദൂതൻ എന്നർത്ഥം വരുന്ന ഔമുഅ എന്ന പേര് നൽകി. ഈ പേര് തന്നെ അതിൻ്റെ വരവ് എത്ര ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്ന ആദ്യത്തെ സ്ഥിരീകരിച്ച നക്ഷത്രാനന്തര വസ്തുവായിരുന്നു ഔമുഅ. ഇതിനെ ഇത്രയധികം നിഗൂഢമാക്കി മാറ്റിയത് അതിൻ്റെ പേര് മാത്രമായിരുന്നില്ല, അതിൻ്റെ അതിവിചിത്രമായ സ്വഭാവ സവിശേഷതകൾ കൂടിയായിരുന്നു. ഇവയോരോന്നും ശാസ്ത്രലോകത്തെ കൂടുതൽ ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും സംശയത്തിലാഴ്ത്തുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്നായിരുന്നു അതിൻ്റെ രൂപം എങ്ങനെയാണെന്നതിലെ നിഗമനങ്ങൾ. പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വിശകലനം ചെയ്തപ്പോൾ ഇത് നമ്മുടെ സൗരയൂഥത്തിലെ ഒരു വസ്തുവിനും ഇല്ലാത്ത വിധം നീളമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ വീതിയുടെ 10 ഇരട്ടിയോളം നീളം, അതായത് ഒരു സിഗാർ ആകൃതിയെന്നോ, എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങളിൽ ഒരു പരന്ന പാൻകേക്കിൻ്റെ ആകൃതി ഇതിന് ചേരുമെന്നും നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഒരു വശത്ത് വളരെ നേർത്തതും മറുവശത്താകട്ടെ വളരെ നീളമുള്ളതുമായ ഒരു വസ്തു. എന്തായിരുന്നാലും ഇതിൻ്റെ രൂപം ഒരു സാധാരണ ആകാശഗോളത്തിൻ്റെതിന് സമാനം ആയിരുന്നില്ല താനും. സാധാരണ സൂര്യനോടടുക്കുമ്പോൾ വാൽനക്ഷത്രങ്ങളിൽ നിന്നും വാതകങ്ങളും പൊടിപടലങ്ങളും പുറന്തള്ളപ്പെടാറുണ്ട്. ഇതവയ്ക്ക് തിളക്കമുള്ള ഒരു വാൽ രൂപപ്പെടുവാനും കാരണമായി മാറും. എന്നാൽ ഔമുഅയ്ക്ക് സൂര്യനോട് വളരെ അടുത്തുകൂടെ കടന്നു പോയിട്ടും അത്തരത്തിലുള്ള ഒരു വാൽ കാണപ്പെടുവാനേ സാധിച്ചില്ല. ഇത് ശാസ്ത്രലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും വാൽ നക്ഷത്രങ്ങളുടെ സ്വഭാവമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ ആദ്യം ഒരു ചിഹ്നഗ്രഹമായി കണക്കാക്കുകയും ചെയ്തു. എന്നാൽ പക്ഷേ ഔമുഅ സൂര്യനെ ചുറ്റി നമ്മുടെ സൗരയൂഥത്തിനും പുറത്തേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ വേഗതയിൽ ചെറിയൊരു വർധനവും ശാസ്ത്രലോകം ശ്രദ്ധിച്ചു. ഇത് നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഗുരുത്വാകർഷണ ബലം കൂടാതെ മറ്റെന്തോ ശക്തി ഇതിനെ തള്ളി മുൻപോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. വാൽ നക്ഷത്രങ്ങളിൽ വാതകങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ഈ പ്രതിഭാസം സാധാരണമായി കാണാറുള്ളതാണ്. പക്ഷെ ഔമുഅയ്ക്ക് വാലില്ലാത്തതുകൊണ്ട് തന്നെ ഇത് വലിയൊരു നിഗൂഢതയായി മാറുകയും ചെയ്തു. ചില ശാസ്ത്രജ്ഞർ
ഇതിൻ്റെ ഉപരിതലത്തിൽ നിന്നും തണുത്തുറഞ്ഞ ഹൈഡ്രജൻ ഐസ് പുറന്തള്ളപ്പെട്ടതാകാം എന്ന് വാദിച്ചു. മറ്റു ചിലരാകട്ടെ തണുത്ത നൈട്രജൻ ഐസ് ആയിരിക്കാമെന്ന് വാദിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായ വാതക ചോർച്ചയെ തുടർന്നായിരിക്കാം ഈ വേഗത കൈവരിച്ചത് എന്ന് അവർ വാദിക്കുമ്പോൾ കൂടെ പൊടിപടലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ വിശദീകരണങ്ങൾക്കെല്ലാം അതിൻ്റേതായ പരിമിതികളുമുണ്ടായിരുന്നു. ഈ ബഹിരാകാശ വസ്തുവിൻ്റെ ഉപരിതലത്തിന് ചുവപ്പ് കലർന്ന ഒരു നിറമുണ്ടായിരുന്നു. ഇത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിരുകളിൽ കാണുന്ന ചില വസ്തുക്കളുടെ നിറത്തിന് സമാനവുമായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ ബഹിരാകാശത്തിലെ തീവ്രമായ കോസ്മിക് കിരണങ്ങളേറ്റ് സഞ്ചരിച്ചതിൻ്റെ ഫലമായാണ് ഈ മാറ്റങ്ങൾ രൂപം കൊണ്ടുവരിക. ഈ നിഗൂഢമായ ബഹിരാകാശ വസ്തുവിൻ്റെ കൃത്യമായ ഉത്ഭവ നക്ഷത്ര സമൂഹം ഏതാണെന്ന് നമുക്ക് അറിയുകയുമില്ല. പക്ഷെ അതിൻ്റെ സഞ്ചാരപാത സൂചിപ്പിക്കുന്നത് ഇത് കോടിക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ക്ഷീരപഥത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കാമെന്നാണ്. ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വസ്തുവായിരിക്കാം ഇത്. ഇപ്പോൾ അത് സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും എന്നേക്കുമായി പുറത്തു കടന്ന് അനന്തമായ ശൂന്യതയിൽ കൂടെ അതിൻ്റെ യാത്ര തുടരുകയും ചെയ്യുന്നു. ഒരു പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്കും അപ്പുറം മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ മറ്റൊരു ഗ്രഹത്തിന് സമീപം ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തേക്കാം. ഈ ബഹിരാകാശ വസ്തുവിൻ്റെ വളരെ ചെറിയൊരു സന്ദർശനം നമ്മുടെ ബഹിരാകാശ പഠനത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. പ്രപഞ്ചത്തിൽ അന്യഗ്രഹ വസ്തുക്കൾ ധാരാളമായി സഞ്ചരിക്കുന്നുണ്ടെന്നും അവ നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോകാമെന്നും ഇത് തെളിയിക്കുകയുണ്ടായി. ഇത്തരം വസ്തുക്കളെ പഠിക്കുന്നതിലൂടെ മറ്റു നക്ഷത്ര സമൂഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടുവെന്നും അവിടുത്തെ ഗ്രഹങ്ങൾ എങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും എന്നുള്ള വിവരങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിനായി ഇത്തരം അതിഥികളെ നേരത്തെ കണ്ടെത്തുവാനും കൂടുതൽ വിശദമായ പഠനങ്ങൾ പഠിക്കുവാനും കഴിയുന്ന പുതിയ ടെലിസ്കോപ്പുകളുടെ ദൗത്യങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഔമാമയുടെ അസാധാരണമായ സ്വഭാവങ്ങൾ കാരണം ചിലർക്കിടയിൽ ഇതൊരു അന്യഗ്രഹ ജീവിയുടെ സാങ്കേതിക വിദ്യയാണോ എന്ന സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ അവി ലോബ് ഇതൊരു അന്യഗ്രഹ പേടകമാകാമെന്ന് വാദിക്കുകയുണ്ടായി. അതിൻ്റെ അസാധാരണമായ ആകൃതിയും വാലില്ലാത്തതും എന്നാൽ വേഗത വർദ്ധിക്കുന്നതും തുടങ്ങിയ സ്വഭാവങ്ങളെല്ലാം അദ്ദേഹം ഈ വാദത്തിന് കാരണമായി മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ഈ സിദ്ധാന്തത്തെ അംഗീകരിച്ചുമില്ല. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഇതൊരു പ്രകൃതിദത്തമായ വസ്തുവാണ് എന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അജ്ഞാതമായ പ്രകൃതി പ്രതിഭാസങ്ങളെ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ശരിയല്ലെന്ന് അവർ വാദിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഇത്തരം ചർച്ചകൾ ഈ വസ്തുവിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാനുള്ള കൗതുകവും വർദ്ധിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മുടെ ശ്രദ്ധ കവർന്ന് കടന്നുപോയ ഒരു പ്രപഞ്ച ദൂതനാണിത്. അതിൻ്റെ വരവ് പ്രപഞ്ചം എത്രത്തോളം വിശാലവും നിഗൂഢവുമാണെന്ന് നമ്മളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അന്യഗ്രഹത്തിൽ നിന്നും വന്ന ഒരു കല്ല് കഷ്ണം പോലും നമുക്ക് നൽകുന്ന പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ അനന്തമായ യാത്രയിൽ നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോകുന്ന അടുത്ത ദൂതൻ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ വലിയ പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോലുമായി ആയിരിക്കാം. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ എന്നെ അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്.